കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച സ്വർഗ അനുരാഗിയായ യുവാവിന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്തു. അന്തിമോപചാരം അർപ്പിക്കാൻ സ്വർഗ പങ്കാളിക്ക് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. പിന്നാലെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റെടുത്ത് കണ്ണൂരിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈ പങ്കാളിയും മൃതദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിത്യൻ ഓമനക്കുട്ടൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ആദിത്യൻ, വല്ലാത്തൊരവസ്ഥയാണല്ലേ? ഇപ്പോൾ കോടതി അനുമതി ഉണ്ടായതിന് പിന്നാലെയാണല്ലോ പങ്കാളിയും ഈ മൃതദേഹത്തെ അനുഗമിക്കുന്നത്. വിവരങ്ങൾ അക്ഷയ, ഏറെ സങ്കീർണമായ ഒരു കേസ്, അല്ലെങ്കിൽ കേരളത്തിന്റെ നിയമ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒരു കേസായിരുന്നു ഇത്തരത്തിലൊരു കേസ്. സ്വർഗാനുരാഗിയായ ഒരു യുവാവ് തന്റെ താമസ സ്ഥലത്ത് കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നു. അതേ തുടർന്ന് മൃതദേഹം ഏറ്റെടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ ഒരു തർക്കമോ ആശയക്കുഴപ്പമൊക്കെയാണ് ഇത് കോടതിയിലേക്ക് എത്തിച്ചത്. അതേ തുടർന്ന് ഈ ആശുപത്രിയിൽ കെട്ടിവെക്കേണ്ട ഒരു തുക, 1.5 ലക്ഷത്തോളം രൂപ തുക കെട്ടിവെക്കേണ്ടി വരുന്നു. അത് ബന്ധുക്കളാണോ കെട്ടിവെക്കുന്നത്? ബന്ധുക്കൾക്ക് മാത്രമേ, അതായത് ഒരു മൃതദേഹത്തിന്റെ അനന്തരാവകാശി എന്ന് പറയുന്നത് ലിവിംഗ് റിലേഷൻഷിപ്പിലുള്ള ഒരു പങ്കാളിയെ ഒരിക്കലും പരിഗണിക്കാനാകില്ല, ബന്ധുക്കളെയാണ് പരിഗണിക്കാനാവുക എന്ന തരത്തിൽ ആശുപത്രിയിൽ നിന്നുള്ള പ്രതികരണം. അങ്ങനെ കോടതിയിലേക്ക് എത്തുകയും കോടതിയിൽ ഇത് വിട്ടുകിട്ടുന്നതിന് വേണ്ടി സ്വർഗ പങ്കാളി കോടതിയിൽ ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. അങ്ങനെയായിരുന്നു ഈ കേസ് വളരെ സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വിധി അനുസരിച്ച്, ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിധി ഈ ബന്ധുക്കൾക്ക് തന്നെ മൃതദേഹം വിട്ടു നൽകുന്നു. ആ ബന്ധുക്കൾക്ക് വിട്ടു നൽകുമ്പോഴും ഇതിലെ ആശുപത്രി ചെലവും മറ്റുമെല്ലാം സ്വർഗ പങ്കാളിയാണ് വഹിച്ചത്. അതുകൊണ്ട് തന്നെ സ്വർഗ പങ്കാളിക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ കൂടി കോടതി അനുമതി നൽകുന്നു. അപ്പോഴും ഈ മൃതദേഹത്തെ അനുഗമിക്കാൻ തനിക്ക് അനുവാദം നൽകണം എന്ന രീതിയിൽ ഒരാവശ്യം കൂടി ഈ സ്വർഗ പങ്കാളി കോടതിയിൽ ഉന്നയിച്ചു. അപ്പോൾ കോടതി പറഞ്ഞത് ബന്ധുക്കളുടെ അനുവാദമുണ്ടെങ്കിൽ, കാരണം ഒരു മൃതദേഹത്തിന്റെ അനന്തര അവകാശി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ സംസ്കരിക്കാനുള്ള അവകാശം മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബന്ധുക്കൾക്ക് നിക്ഷിപ്തമായതുകൊണ്ട് തന്നെ ബന്ധുക്കളോട് അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ മൃതദേഹത്തെ അനുഗമിക്കാൻ സാധിക്കൂ എന്ന തരത്തിൽ കോടതി മറുപടി നൽകുന്നു. അങ്ങനെ ബന്ധുക്കളുടെ അനുവാദം നൽകിയിട്ടുണ്ട്. ബന്ധുക്കളുടെ പ്രതികരണവും ലഭിച്ചു കഴിഞ്ഞു. ബന്ധുക്കൾ പറഞ്ഞത് ഈ സ്വർഗ പങ്കാളി കണ്ണൂരേക്ക്, അതായത് കോട്ടയം സ്വദേശിയാണ് ഈ കേസുമായി വാദിച്ച ആള്. അതേസമയം മരണപ്പെട്ട അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി കണ്ണൂർ സ്വദേശിയാണ്. കണ്ണൂർ പയ്യാവൂരാണ് അദ്ദേഹത്തിന്റെ വീട്. അവിടേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. അവിടെ വരെ പോകാൻ അനുമതി ബന്ധുക്കളോട് തേടുകയും ബന്ധുക്കൾ അതിന് അനുവാദം നൽകുകയുമായിരുന്നു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അതിന്റെ NOC, അതായത് ബന്ധുക്കൾക്ക് ഇതിൽ മറ്റ് വിരോധമൊന്നുമില്ല, അദ്ദേഹം വരുന്നതിന് ബന്ധുക്കളുടെ അനുഗമിക്കുന്നതിൽ ബന്ധുക്കൾ പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നല്ലേ? ബന്ധുക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബന്ധുക്കൾ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട ആളിന്റെ സഹോദരനുണ്ട്, അതുപോലെ തന്നെ നാട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെയാണ്. പിന്നെ രോഗിയായ അച്ഛനും അമ്മയും എത്തിയിട്ടില്ല. അപ്പോൾ അവർ പറയുന്നത് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല, അത്തരത്തിലൊരു മരണം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജീവിത പങ്കാളിയെ ഇതിൽ ഈ ഒരു അവരുടെ ബന്ധത്തിലുള്ള തർക്കമോ അസ്വാരസ്യങ്ങളോ ഒന്നും ഈ മരണത്തെ ചുറ്റിപ്പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവിത പങ്കാളി അല്ലെങ്കിൽ സ്വർഗ പങ്കാളി അവരെ മൃതദേഹത്തെ അനുഗമിക്കുന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന രീതിയിലാണ് അവരും പ്രതികരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു വാഹനത്തിൽ, ആംബുലൻസിനുള്ളിൽ അദ്ദേഹം കയറിയിട്ടില്ല. പക്ഷേ ആംബുലൻസിനുള്ളിലേക്ക് കയറുന്നോ എന്ന് അവരുടെ ബന്ധുക്കൾ ചോദിക്കുകയുണ്ടായി. പക്ഷേ മറ്റൊരു വാഹനത്തിൽ ഈ സുഹൃത്തുക്കളോടൊപ്പം ഈ സ്വർഗ പങ്കാളി തന്റെ പങ്കാളിയുടെ മൃതദേഹം സംസ്കരിക്കാൻ കണ്ണൂരേക്ക് യാത്രയായിട്ടുണ്ട്. അക്ഷയ. ശരി, ആദിത്യൻ ഓമനക്കുട്ടൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.